ഒരു വ്യക്തി എത്ര വലിയവനായാലും തൻ്റെ സ്കൂൾ ജീവിതവും കൂട്ടുകാരുമെല്ലാം പച്ചകിടാത്ത ഓർമ്മകൾ സമ്മാനിക്കുന്നവയാണ്. ആദ്യമായി വിദ്യാലയത്തിൻ്റെ പടി കയറുമ്പോഴുള്ള കണ്ണുനീരിൻ്റെ നനവും ഉത്സാഹവും, തുടർന്നുള്ള സുഖ ദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളും, അധ്യാപകരും സഹപാഠികളും എല്ലാം വിദ്യാർത്ഥികളിൽ സ്വഭാവ സംസ്കരണം വരുത്തി അവരുടെ ഭാവി ജീവിതത്തിന് ഊടും പാവും നെയ്യുന്നു. ചെറുപ്രായത്തിൽ സ്വാംശീകരിക്കുന്ന നന്മയുടെ ശീലങ്ങൾ അവരെ സ്വഭാവശുദ്ധിയിൽ അനുദിനം വളർത്തുന്നു. കൂട്ടുകാരോടൊത്തുള്ള വിശുദ്ധ അൽഫോൻസയുടെ സ്കൂൾ ജീവിതത്തിലെ സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും കരുതലിൻ്റെയും മറ്റ് ധാർമ്മിക മൂല്യങ്ങളുടെയും സുഹൃതങ്ങളുടെയും സമ്മിശ്രമായ അനുഭവങ്ങൾ ഉറ്റ സുഹൃത്തായിരുന്ന ലക്ഷ്മിക്കുട്ടിയമ്മ ഉൾപ്പെടെയുള്ള സഹപാഠികൾ പങ്കുവച്ചിട്ടുണ്ട്. അന്നക്കുട്ടിയെ എപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. ഒരു ദിവസവും ഓർക്കാതെ ഇരിക്കാൻ ഒക്കുകയല്ല. അന്നക്കുട്ടിയുടെ സ്വഭാവം എങ്ങനെയായിരുന്നു? നല്ല സ്വഭാവം, യാതൊരു മോശവുമില്ല, നല്ല സൽസ്വഭാവമായി. കുസൃതിയായ ഒരു സഹപാഠിയുടെ പക്കൽ നിന്നുണ്ടായ ദുരനുഭവത്തെ ക്ഷമയോടെ നേരിട്ട ശാന്തപ്രകൃതിയായ അന്നക്കുട്ടിയെ പറ്റിയുള്ള ലക്ഷ്മിക്കുട്ടിയമ്മയുടെ ഓർമ്മകളിലൂടെ വഴക്ക് വേണ്ട, താഴേക്ക് ഇറങ്ങാം. അന്നക്കുട്ടി, എന്റെ കൂടെ വാ. മാറാനാ പറഞ്ഞത്? നിനക്ക് എന്റെ അടുത്ത് ധൃതി? ഞങ്ങൾ സ്കൂളിലേക്ക് പോവാ, നീ ഞങ്ങളുടെ പുറകെ വന്നാ മതി. അത്ര കേടി. അയ്യോ അന്നക്കുട്ടി, അയ്യോ വേണ്ട ലക്ഷ്മിക്കുട്ടി, അവന്റെ അടുത്ത് പോകണ്ട, അവൻ തെമ്മാടിയാ. ഇങ്ങ് പോ ലക്ഷ്മിക്കുട്ടി. ലക്ഷ്മിക്കുട്ടി, ലക്ഷ്മിക്കുട്ടി, നമുക്കിത് സാറിനോട് പറയണം. നല്ലടി മാഷിന്റെ കയ്യിൽ നിന്ന് കിട്ടുമ്പോ അവന്റെ അസുഖം മാറും. വേണ്ട ലക്ഷ്മിക്കുട്ടി, സാറിനോട് പറയരുത്, അവന് സാറിന്റെ അടി കിട്ടും. സാരമില്ല, അവനോട് നമുക്ക് ക്ഷമിക്കാം. എടി പൊട്ടി പെണ്ണേ, ഇപ്പൊ ക്ഷമിച്ച അവൻ വീണ്ടും ഇത് തന്നെ ചെയ്യും. നമ്മൾ ക്ഷമിച്ചാൽ അവന് തെറ്റ് ബോധ്യമാവും. നല്ല കുട്ടിയായി അവൻ നമ്മുടെ കൂട്ടുകാരനാവും. അവനെ കൂട്ടുവിടാൻ ഞാനില്ല. അന്നക്കുട്ടി വേണേ കൂടിക്കോ. എനിക്ക് പേടിയാ, സാറിനോട് പറയല്ലേ. ഈ പെണ്ണിന്റെ ഒരു കാര്യം ഞാൻ പറയില്ല. ഈ ചട്ടയും പൊണ്ണി തന്നെ എങ്ങനെയാന്ന് വെച്ചാ എന്ത് പറയും? നേരാ, ഞാൻ എന്ത് പറയും ലക്ഷ്മിക്കുട്ടിയെ? പുണ്യാളത്തെ അതുകൂടെ പറഞ്ഞതാ. എനിക്കറിയില്ല. ശരി ശരി, കണ്ടെത്തിയിൽ ഒറ്റ ഓടിക്കാതെ ഇറങ്ങിയപ്പോ വീണതാന്ന് പറയാം. അയ്യോ, അത് കള്ളല്ലേ. കള്ളം പറയുന്ന ഈശോയ്ക്ക് ഇഷ്ടമല്ലെന്ന് വല്യമ്മച്ചി പറഞ്ഞിട്ടുണ്ട്. ഈ പോത്തിന്റെ കാര്യം കൊണ്ട് ഞാൻ തോറ്റേ. സാരമില്ല സാരമില്ല, ലക്ഷ്മിക്കുട്ടി ഞൊട്ടോടിക്കാൻ ഇറങ്ങിയതാണെന്ന് തന്നെ പറഞ്ഞു. ഉപദ്രവം ഏൽപ്പിക്കപ്പെട്ടാൽ പോലും തിരിച്ചടിക്കാനോ ചീത്തവാക്കുകൾ പറയാനോ മുതിരാതെ ക്ഷമയിലൂടെ ശത്രുക്കളെയും മിത്രമാക്കാമെന്ന ചിന്തയോടെ പരാതിയോ പരിഭവമോ പ്രകടിപ്പിക്കാതെ ഏവരുടെയും ഹൃദയം കവർന്ന സ്വഭാവ ഗുണത്തിനുടമയായിരുന്നു അന്നക്കുട്ടി. ചെറിയ കള്ളം പറയുന്നത് പോലും വലിയ തിന്മയിലേക്ക് നയിക്കുമെന്നും ഈശോയ്ക്ക് അത് ഇഷ്ടമാവില്ലെന്നുമുള്ള ബോധ്യത്തോടെ വ്യാപരിച്ച അന്നക്കുട്ടി എന്ന വിശുദ്ധ അൽഫോൻസയുടെ വ്യക്തിത്വം പുതുതലമുറയ്ക്ക് ഒരു വെല്ലുവിളിയാകട്ടെ. ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ എന്നരുളി ചെയ്യുക മാത്രമല്ല, കുരിശിൽ മരണവക്ത്രത്തിൽ അകപ്പെട്ടപ്പോഴും പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് തന്നെ കൊലയ്ക്ക് കൊടുത്തവർക്ക് വേണ്ടി ക്ഷമിച്ച് കേണപേക്ഷിക്കുന്ന യേശുനാഥനിൽ നിന്നും ശക്തി ഉൾക്കൊണ്ട് ക്ഷമയുടെ മാതൃകയായി നിലകൊള്ളുന്ന വിശുദ്ധ അൽഫോൻസയുടെ മധ്യസ്ഥതയാൽ ശത്രുസ്നേഹം, ക്ഷമ, സത്യസന്ധത, സഹായമനസ്കത തുടങ്ങിയ സദ്ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിലും പ്രസരിപ്പിക്കാം. നമ്മെ വേദനിപ്പിച്ച വ്യക്തികളോട് ഹൃദയത്തിൽ ക്ഷമിച്ച് കുരിശുരൂപമെടുത്ത് സ്നേഹത്തോടെ ചുംബിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി ഇന്നേ ദിനം നമുക്ക് പ്രാർത്ഥിക്കാം.